നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ടെന്ന് വാർത്ത വരുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലെ ഈ മരണവുമായി ബന്ധപ്പെട്ട മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തുന്നു. സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ പിതാവ് അറയിൽ കയറിയിരുന്ന് മരിച്ചു എന്നാണ് മക്കളിൽ ഒരാളുടെ മൊഴി. എന്നാൽ മരണം സംഭവിച്ച ശേഷം കുളിപ്പിച്ച് സമാധി ഇരുത്തുകയായിരുന്നു എന്ന് മറ്റൊരാളുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ കൂടുതൽ അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട്. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, ഗോപൻ സ്വാമിയുടെ മരണത്തിൽ എന്താണ് ദുരൂഹതയ്ക്ക് കാരണം? വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഈ മരണത്തിലുണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളും ക്രൈമും തമ്മിൽ ഇടപിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് പോലീസിന് തലവേദനയായിരിക്കുന്ന കാര്യം. ഇതിൽ നിർണായകമായിട്ടുള്ള മകളുടെ 2 മൊഴികൾ അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. കൂടാതെ ഒരു ബന്ധുവിന്റെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം. രാജസേനൻ എന്ന മകനായിരുന്നു ഗോപൻ സ്വാമി മരിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ ഇപ്പോഴും പോലീസ് ആകട്ടെ ഈ വിഷയത്തിൽ ഒരു മിസ്സിംഗ് കേസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്നുള്ളതാണ്. ഇതിലെ ദുരൂഹതകളുടെ ആദ്യ കടമ്പ മറികടക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഗോപൻ സ്വാമി മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക. അതിനായി ഈ കല്ലറ തുറന്ന് അതിൽ മൃതദേഹമുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കുക. ഇതാണ് പോലീസിനെ സംബന്ധിച്ച ഒന്നാമത്തെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനായി പോലീസ് ഇതിനോടകം തന്നെ കല്ലറ തുറന്ന് അല്ലെങ്കിൽ ആ സമാധി സ്ഥലം തുറന്ന് പരിശോധിക്കാൻ പോലീസ് കളക്ടറോട് അനുമതി തേടിയിട്ടുണ്ട്. കളക്ടർ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അനുമതി തേടിയാൽ മൃതദേഹം പുറത്തെടുക്കും. മൃതദേഹമുണ്ടെന്ന് ഉറപ്പിച്ചാൽ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ച് മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്തണം. അതിൽ സ്വാഭാവികമായും മരിച്ച ശേഷം കൊണ്ടുവച്ചതാണോ അതല്ല ആ സമാധി പീഠത്തിൽ ഇരിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടി മരിച്ചതാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. ഇതാണ് ഇതിന്റെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ കാര്യമാകട്ടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിൽ മൂത്ത മകന്റെ മൊഴിപ്രകാരം സമാധിയാകാൻ സമയമായി എന്നുറപ്പിച്ച ശേഷം ഗോപൻ സ്വാമി നടന്ന് വീട്ടിൽ നിന്നിറങ്ങി ഈ സമാധിപീഠത്തിലേക്ക് പോയി. ശേഷം മണിക്കൂറുകൾ സമയമെടുത്ത് പൂജ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് വ്യാഴാഴ്ച 11 മണിയോടുകൂടി അദ്ദേഹം സമാധിയായി. അതിനുശേഷം അന്ന് വൈകിട്ടോടുകൂടി പോസ്റ്റർ പതിച്ചു. ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ള പോസ്റ്റർ പതിച്ചു. പിന്നീട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് മകൻ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ രണ്ടാമത്തെ മകൻ നൽകിയ മൊഴിയിലും ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് മരിച്ച ശേഷം കല്ലറയിലേക്ക് അല്ലെങ്കിൽ ആ സമാധി സ്ഥലത്തേക്ക് കൊണ്ടുവച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു ബന്ധുവിന്റെ നിർണായകമായ മൊഴി കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് 10:30 മണിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച 10:30 മണിക്ക് ഗോപൻ സ്വാമിയെ കാണുമ്പോൾ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ കിടക്കയിലായിരുന്നു. ആ ഗോപൻ സ്വാമി എങ്ങനെ നടന്ന് ഈ സമാധി സ്ഥലത്തേക്ക് പോകും എന്നുള്ള മറ്റൊരു മൊഴി കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗോപൻ സ്വാമി തന്നെ നടന്നുപോയി സമാധി സ്ഥലത്തേക്ക് പോയതാണോ അതല്ല മരിച്ച ശേഷം കുളിപ്പിച്ചതിന് ശേഷം കൊണ്ടുവച്ചതാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനായി പോസ്റ്റ്മോർട്ടം നടപടികൾ നിർണായകമാണ്. കല്ലറ തുറന്ന പരിശോധന അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ.